വഖഫ് സംരക്ഷണ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് SDPIയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. നിങ്ങളെ ഞങ്ങൾ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ്, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി P അബ്ദുൽ മജീദ് ഫൈസി, നമ്മുടെ അതിഥികളായി പങ്കെടുത്ത ഖാലിദ് മുസ നദ്വി, മുഫ്തി അമീൻ മൗലവി, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാക്കവി, വേദിയിലുള്ള പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ റോയി അറക്കൽ, PR സിയാദ്, KK അബ്ദുൽ ജബ്ബാർ, PK ഉസ്മാൻ, റഫീഖ്, മറ്റ് വേദിയിലുള്ള VT ഇക്റാമുൽ ഹക്ക്, പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിവിധ ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, യൂണിയൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഖാജ ഹുസൈൻ, വിമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷ സുനിത നിസാർ ഉൾപ്പെടെയുള്ള സഹപ്രസ്ഥാന നേതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, വളരെ സമകാലികമായൊരു സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ അതിഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നിസ്സംഗത പുലർത്തുന്ന സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുക്കണമെന്ന ആഹ്വാനം നമ്മുടെ വിശിഷ്ടാതിഥികളിൽ നിന്നുണ്ടായിട്ട് തന്നെ ഈ സമരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ വഖഫ് ബില്ലിൻ്റെ അപകടം എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. അനുബന്ധമായി അതിൻ്റെ വിശദാംശങ്ങളും ഇവിടെ നൽകപ്പെട്ടു. എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ബില്ലിൻ്റെ വിശദാംശങ്ങളുടെ അപകടത്തെക്കാൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് RSS ആണ് എന്നതാണ് ഒന്നാമത്തെ അപകടം. ജനാധിപത്യ സമരങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടും ജനാധിപത്യ ഇടപെടലുകളോടും പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷയോടും ജനാധിപത്യത്തിൻ്റെ നിയമങ്ങളോടും വിമുഖത കാണിക്കുന്ന ലോകത്തെ ഏറ്റവും അക്രമോത്സുകമായ അപകടകാരികളായ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ഒരു ഭീകര സംവിധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് നിയമം കൊണ്ടുവരുന്നത് എന്നതാണ് ഒന്നാമത്തെ അപകടം. ആ നിലയിൽ വേണം എൻ്റെ മുന്നിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. പാർട്ടി അനുഭാവികളായും ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ടും എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത്തരം ഒരു അപകടമാണ് ഈ ബില്ലിൻ്റെ ഒന്നാമത്തെ അപകടമായി നാം കാണേണ്ടത്. RSSനെ സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ട്. അവർ ഈ രാജ്യത്തെ വംശീയാധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥതയ്ക്ക് വിധേയമായി രാജ്യമാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. RSS രൂപം കൊണ്ട പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും നമുക്ക് ധാരണയുണ്ട്. വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമില്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ക്രൈസ്തവത ഇല്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, കമ്മ്യൂണിസം ഇല്ലാത്ത ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇത് RSSന്റെ പ്രഖ്യാപിത നയമാണ്. അവരുടെ രാഷ്ട്രീയ മുഖമായ BJP അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് നാളിതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, കാശ്മീരിന് ഞങ്ങൾ അതിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് അതിൻ്റെ ആവാസ സൗകര്യങ്ങൾ അട്ടിമറിക്കുമെന്ന് തന്നെയായിരുന്നു. മറ്റൊന്ന് അവർ പറഞ്ഞത് 421 വർഷം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദ് തകർത്ത് തന്നെ ഞങ്ങൾ ക്ഷേത്രം നിർമ്മിക്കുമെന്നായിരുന്നു. മറ്റൊന്നവർ പറഞ്ഞത് ഹിന്ദുത്വ രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നായിരുന്നു. ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി, സവർണ വരേണ്യ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി
മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി സംഘ് പരിവാർ പാർലമെന്റ് ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭീകരമായ നിയമമാണ് എന്ന ധാരണ നമ്മുടെ രാഷ്ട്രീയ ചിന്തയിൽ നമുക്കുണ്ടാകണമെന്നാണ് ഈ സായം സന്ധ്യയിൽ ജനാധിപത്യ ബോധമുള്ള മലബാറിന്റെ പുതിയ തലമുറയെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു സമ്മേളനവുമായി മാത്രം ബന്ധപ്പെട്ട്, സമ്മേളനത്തിന് വേണ്ടി മാത്രം ബന്ധപ്പെട്ട് ഒരുക്കി തന്ന സൗകര്യങ്ങളിലൂടെ എത്തിപ്പെട്ടു എന്നതിനപ്പുറത്ത് ഇത് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രമേയമുണ്ട്, രാഷ്ട്രീയ ചിന്തയുണ്ട്. ഇവിടെ ഖാലിദ് മൂസാ നദവി സൂചിപ്പിച്ചൊരു പ്രയോഗം ഞാൻ ആവർത്തിക്കുകയാണ്. ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്. ഇത് ഫാഴ്സത്തോട് വിസമ്മതം രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുമെന്ന് പറയുമ്പോൾ കലാപത്തിലൂടെ ഭയാശങ്ക സൃഷ്ടിച്ച് കൈവെള്ളയിൽ ഞെരിക്കുമെന്ന് ഭീതിപ്പെടുത്തിയവിടെ മുന്നിൽ അരിതട കാട്ടാളി എന്ന് പറഞ്ഞ ആർജവം കാണിച്ച് നിവർന്നു നിൽക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തിന്റെ സമര സന്ദേശമാണ് എന്ന രാഷ്ട്രീയ ചിന്ത അനുഭാവികൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നാം സമ്മേളനങ്ങൾ മാത്രം പങ്കാളിത്തം വഹിച്ചാൽ പോരാ. ഞാൻ ഒന്നുകൂടി പറയുന്നു, രാജ്യവ്യാപകമായി ഈ നിർഭയത്വത്തിന്റെ നിലപാടിൽ നിവർന്നു നിന്നുകൊണ്ട് സംഘപരിവാറിനെതിരെ സമരോത്സുക സൃഷ്ടിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പച്ചട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് എന്ന അഭിമാന ബോധം കൂടി നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ STP-ക്കാർ ഒരു സമ്മേളനം നടത്തി. അതിലൊരുപാട് ആളുകൾ കൂടി. മലബാറിൽ മലപ്പുറത്തൊരു സമ്മേളനം നടത്തി. ലക്ഷങ്ങൾ പങ്കെടുത്തു. കൊല്ലത്ത് 10,000 പങ്കെടുത്തു. വലിയ സമ്മേളനമായിരുന്നു. അതേ സമ്മേളനം ബീഹാറിൽ നടക്കുന്നു, രാജ്യവ്യാപകമായി നടക്കുന്നു. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി ഫാഷത്തോട് മാത്രമല്ല, സാമ്പ്രദായികതയോട് വിസമ്മതിക്കാൻ ഈ രാജ്യത്തെ ഇതുവരെ ഭരിച്ച് സംഘപരിവാറിന് വളമിട്ട് കൊടുത്ത് കലാപങ്ങൾ നിശബ്ദത പുലർത്തി വളരാൻ അവസരമൊരുക്കി കൊടുത്ത മുഴുവൻ രാഷ്ട്രീയ സംവിധാനത്തോടുമുള്ള ജനാധിപത്യപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു സംഘം തുടക്കം കുറിച്ച ഈ നിർഭയത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിന്റെ, ഒരുമയുടെ, അതോടൊപ്പം ഏകാധിപത്യ വിരുദ്ധതയുടെ, ഭരണഘടനയുടെ ഈ രാഷ്ട്രീയ സന്ദേശം രാജ്യവ്യാപകമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല. വോട്ടുകൊണ്ടും സംഘാടനം കൊണ്ടും അതോടൊപ്പം പങ്കാളിത്തം കൊണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ഒരു രാഷ്ട്രീയ ചിന്ത നെഞ്ചിലേറ്റണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലിദ് മൂസാ നദവി ഔപചാരികമായി തന്നെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ രാജ്യം ആരും നമുക്ക് ഔദാര്യമായി തന്നതല്ല. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ സാന്ദർഭികമായി ഇവിടെ സ്മരിച്ചു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നഗരന്റെ പേര് അമ്പുറം തങ്ങളുടെ പേരിലുള്ള നഗരിയാണ്. മലപ്പുറം ജില്ലയ്ക്ക്, മലബാറിന്റെ നാടിന് സമര പോരാളികളുടെയും നായകന്മാരുടെയും പേര് പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഇന്നും മലബാറിന്റെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് സമരസഖാക്കളുടെ പേര് പറഞ്ഞാൽ, വാര്യംകുന്നത്തിന്റെ പേര് പറഞ്ഞാൽ, മമ്പുറം തങ്ങളുടെ പേര് പറഞ്ഞാൽ, ആലി മുസ്ലിയാരുടെ പേര് പറഞ്ഞാൽ, ശുഹദാക്കളുടെ പേര് പറഞ്ഞാൽ, സിന്ദാബാദ് വിളിക്കാൻ ചരിത്ര ഓർമ്മയുള്ള ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയുള്ള നാടാണ് മലബാർ. അത് നമുക്ക് അഭിമാനമാണ്. അത് നമുക്കൊരു അടിസ്ഥാനപരമായൊരു മൂലധനമാണ്. അത് നമുക്കൊരു മൂലധനമാണ്. രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്കും നിർഭയത്വത്തിന്റെ ഇടപെടലുകൾക്കും നടപടിക്രമങ്ങൾക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, RSS ആണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. RSS ബില്ല് കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് RSS പരിശീലനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ 3 പതിറ്റാണ്ടിലധികമായി ഇന്ത്യയുടെ പൊതുബോധത്തോട് സംവദിച്ചിരുന്നു. അതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, ക്രൈസ്തവരെ കൊന്നൊടുക്കി, കമ്മ്യൂണിസ്റ്റുകൾ കാലഹരണപ്പെട്ടു നാട്ടിലില്ലെങ്കിലും ഉള്ളവരെ കൊന്നൊടുക്കി മേൽക്കൈ നേടാമെന്ന വ്യാമോഹം അസ്തമിച്ചപ്പോൾ, അഥവാ അത്തരം നടപടിക്രമങ്ങൾക്കെതിരെ ജനാധിപത്യ ബോധമുള്ളവർ പ്രതിശബ്ദമുയർത്തിയപ്പോൾ ഭയപ്പെട്ടു പോയ സംഘപരിവാർ രാജ്യത്തിന്റെ പരമാധികാര നൈരൂപീകരണ സംവിധാനമായ പാർലമെന്റിലൂടെ നിയമം ചുട്ടെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ, വലിയ ന്യൂനപക്ഷങ്ങളെ കൈവെള്ളയിലിട്ട് ഞെരിച്ചു കൊല്ലാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ മുഖമൂടി നഷ്ടപ്പെടാതെ ഖത്തറിന്റെ അമീറും നല്ല സ്വീകരണം കൊടുക്കുന്നു. പ്രോട്ടോകോൾ ലംഘിച്ച് പ്രധാനമന്ത്രി പോയി സ്വീകരിച്ചു. ചില മുസ്ലിം പേരുകാർ
അഭിമാനത്തോടെ പങ്കുവെക്കുകയാണ്. ഞാൻ പറയുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു കാപട്യത്തിന്റെ മുഖമുണ്ട്, ലോകത്തിന് മുന്നിൽ ഒരു കാപട്യത്തിന്റെ മുഖമുണ്ട്, ജനാധിപത്യവാദികൾ മുന്നിൽ കാപട്യത്തിന്റെ മുഖമുണ്ട്. ഇവിടെ നടപ്പിലാക്കുന്നത് ഫാഷിസ്റ്റ് നയമാണ്. അതിന് പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കുകയാണ്. നരേന്ദ്രമോദിയെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു, ലോകരാഷ്ട്രങ്ങൾ വിസ നിഷേധിച്ചിരുന്നു. എന്താ അതിന്റെ കാരണം? അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത ദാഹാർത്തരായ പിഞ്ചു മക്കളെ ചുട്ടുകൊന്നതിന്റെ ഒരു പേരിൽ മാത്രമായിരുന്നില്ല. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്നുകൊണ്ട് ആ രക്തശിശുവിന് ശൂലത്തിൽ ഉയർത്തു നിർത്തി ജയ് ശ്രീരാം വിളിച്ച കാപാലികർക്ക് കശ്മല സംഘത്തിന് സംരക്ഷണം കൊടുത്തതിന്റെ ഒരു പൈതൃകം കൂടി സംഘപരിവാറിനും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കുമുണ്ട്. അങ്ങനെ മുസ്ലിം രക്തം കൊണ്ട് മലീമസമായ, മുസ്ലിം വിരുദ്ധത കൊണ്ട് മലീമസമായ കരങ്ങളുടെയും ഹൃദയങ്ങളുടെയും ഉടമയായ ഒരൊറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. സവർണ രാഷ്ട്രം രൂപീകരിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ്, ക്രൈസ്തവതയാണ്, കമ്മ്യൂണിസമാണ്. മുസ്ലിം ചരിത്രം അവർക്ക് പേടിയാണ്, പോരാട്ടങ്ങളെ പേടിയാണ്, രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ നിയമം മൂലം ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ അപകടത്തിനെതിരെ രാഷ്ട്രീയ ബദൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിക്കണം. SDP-യെ സംബന്ധിച്ച് രാജ്യവ്യാപകമായി ഇത് വളർത്തിക്കൊണ്ടതിന് കേഡർ സംവിധാനമുണ്ട്. രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ സംഘപരിവാറിന് കേഡർ സംവിധാനമുണ്ടെങ്കിൽ അത് മതവിദ്വേഷത്തിന്റെ, അക്രമത്തിന്റെ, ഭീരുത്വത്തിന്റെ കേഡർ സംവിധാനമാണെങ്കിൽ, ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു കേഡർ സംവിധാനമാണെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടന പഠിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന 4.5 നൂറ്റാണ്ട് കാലം രാജ്യത്ത് നിരന്തരമായി നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ രൂപം കൊണ്ട് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ എന്ന ബോധ്യമുള്ള ഒരു തലമുറയോട് അത് സൃഷ്ടിച്ച ഭരണഘടനയുടെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് നെഞ്ചിലേറ്റിക്കൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നിവർന്നു നിൽക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു കേഡർ സംവിധാനമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഇത് ജാതിയുടെ സംഘാടനമല്ല, ഇത് മതത്തിന്റെ സംഘാടനമല്ല, ഇത് രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യ അവകാശങ്ങള്, ഭരണഘടനാ അവകാശങ്ങള് മുഴുവനും ആവാഹിച്ച ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ സംഘാടനമാണ് എന്നും കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിക്കാമെന്ന ഗ്യാരണ്ടി നൽകാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. നമ്മുടെ ആയുസ്സിന് ഒരളവ് നിശ്ചയിച്ചു തരാൻ ഒരു ഭരണ സംവിധാനത്തിനും സാധ്യമല്ല. എപ്പോൾ മരിക്കുന്ന ഭയപ്പാട് പൗരത്വവുമായി പൊരുത്തപ്പെട്ടതല്ല, അത് പൗരധർമ്മവുമായി ചേർന്ന് നിൽക്കുന്നല്ല. നിർഭയത്വമാണ് പൗരബോധം, നിർഭയത്വ നിലപാടാണ് പൗരധർമ്മം എന്നതുകൊണ്ട് ഒരു പൗരനും ഒരിക്കലും ഭയപ്പെടുകയില്ല, ഒരു വിശ്വാസിയും ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം അവൻ നിർഭയനാണ്. അവന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച ജീവൻ അവൻ വീണ്ടെടുക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. ആ മരണം അഭിമാനത്തിന്റെ മരണമാകണം, ആദർശവിധേയമായ മരണമാകണം, വിശ്വാസി സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യമായി സ്വർഗം മുൽകാൻ പ്രാപ്തമാകുന്ന ഒരു മരണമാകണമെന്നാണ് ഏത് മതവിശ്വാസിയും ആഗ്രഹിക്കുന്നത്. എന്നതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി, തലമുറയ്ക്ക് കാവലൊരുക്കുന്നതിന് വേണ്ടി അഭിമാനത്തിന്റെ ഇടപെടലിലൂടെയുള്ള മരണമാകണമെന്നാണ് ഒരു ജനാധിപത്യവാദി വാദിക്കുന്നതെങ്കിൽ ആ മരണം കുറച്ച് നീട്ടിത്തരാമെന്ന് പറയുന്ന ഒരു ഭരണകൂടവും ഇവിടെയില്ല, ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. ഞാൻ വീണ്ടും പറയുന്നു, കുടിയിറക്കപ്പെടുന്ന ഇന്ന് കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് കുടിയിറക്കപ്പെടുക അമേരിക്കക്കാരുടെ ജീവന് ആയുസ് നീട്ടിക്കൊടുക്കാൻ നവനാസിസ്റ്റ് ട്രംപിന് സാധ്യമല്ല എങ്കിൽ വീണ്ടും പറയുന്നു, ഫലസ്തീനികളുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമാകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യക്കാരന്റെ ആയുസിന് നീട്ടും ഉണ്ടാക്കി തരാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് കഴിയുമെന്ന് നാമും വിശ്വസിക്കുന്നില്ല. നിർഭയത്വത്തിന്റെ ജീവിതത്തിലൂടെ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന ഒരു നിലപാട് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാളികളെ വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അതാണ് നമ്മുടെ പാരമ്പര്യം. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു 10 കൊല്ലം കൂടി ഭീരുവായി ഇവിടെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന മൗഢ്യത്തെക്കാൾ സംഘപരിവാർ ഫാക്ഷത്തിന്റെ തീർവാഴ്ചക്കെതിരെ പാർലമെന്റിൽ ചുട്ടെടുക്കുന്ന അനീതിയുടെ നിയമത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുമ്പോൾ അവന്റെ നിയമം കുരുക്കുന്ന ആ കയറ് കഴുത്തിൽ അടിഞ്ഞുകൊണ്ട് മരിക്കലാണ് ഏറ്റവും വലിയ വിപ്ലവം, ജനാധിപത്യ പോരാട്ടം എന്ന് പഠിപ്പിച്ച പൂർവികർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആളുകളാണ് നമ്മുടെ മാതൃക. 2 കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്.
മൗലാന മുഹമ്മദ് അലി ജൗഹർ ആർക്കും മറക്കാൻ കഴിയില്ല. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളരുമ്പോഴും ആലി സഹോദരന്മാരുടെ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട്. പിതാവ് നഷ്ടപ്പെട്ട അനാഥത്വത്തിൽ വളരേണ്ടി വരുമ്പോഴും തന്റെ പ്രിയപ്പെട്ട മാതാവ് ശേഷിക്കുന്ന മുഴുവൻ സമ്പത്തും വിറ്റഴിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിച്ചത് മോത്തിലാലിന്റെ മക്കൾ പഠിച്ച സ്ഥാപനത്തിലാണ്. മടങ്ങി വന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗം നിഷേധിച്ച് അവസാനം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട് മരണം വിധിക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട ഉമ്മക്കെഴുതിയ കത്ത്, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവസാനം പറഞ്ഞത്, ഉമ്മ അനാഥത്വം അറിയാതെ നിങ്ങളെ പഠിപ്പിച്ചുന്നതരാക്കി ഒരു ഉദ്യോഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ച അവസാനം ഉമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത മക്കളാണെന്ന ബോധ്യത്തോടെ നാളുകൾ ഞങ്ങൾ തൂക്കുകയറി പ്രതീക്ഷിക്കുകയാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാപണത്തിന്റെ കത്തെഴുതുമ്പോൾ ഉമ്മയ്ക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്ത മക്കളെന്ന് ദൈവത്തിന്റെ കോടതിയിൽ സാക്ഷി പറയരുത് ഉമ്മ എന്ന് പറയുമ്പോൾ ബീഗം ഉമ്മയുടെ മറുപടി എന്താണെന്ന് അറിയുമോ? എന്റെ പ്രിയപ്പെട്ട മോനെ, എന്നെ കൊണ്ട് എനിക്ക് അഭിമാനമാണുള്ളത്, ഞാൻ അഭിമാനിക്കുന്നു. 3 കാര്യമാണ് പറയാനുള്ളത്. എനിക്കും മകനുണ്ട്, എനിക്കും ഒരു മകളുണ്ട്, നമുക്കെല്ലാം മക്കളുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമുക്ക് പറയാനുള്ളത് അതേ ബീഗം ഉമ്മ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ചാതുർവർണ്ണം സൃഷ്ടിച്ച ആ സാമ്പ്രദായികതയും വൈദേശിക സൃഷ്ടിച്ച സർവാധിപത്യവും ഇവിടെ തകരണത് കൊണ്ടുള്ള ഒരു മാനുഷികമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം ജനാധിപത്യപരമായ സമരമാണ്. ആ സമരത്തിന്റെ മേൽ കാരാഗ്രഹത്തിലടയ്ക്കപ്പെട്ട നിന്ന് നാളെ തൂക്കുമരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസാനം ഇഷ്ടപ്പെട്ട ആഹാരം കൊലച്ചോറ് തരാൻ ബ്രിട്ടീഷുകാര് തിന്റെ മുന്നിൽ വരുമ്പോൾ ആ കൊലച്ചോറ് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം മോനെ എന്ന് പറഞ്ഞ ബീഗം ഉമ്മയുടെ മകനാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ എങ്കിൽ ആ ബീഗം ഉമ്മയ്ക്ക് ജന്മം കൊടുത്ത ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹമെങ്കിൽ, ഒരു സമുദായമാണ് മുസ്ലിം സമുദായമെങ്കിൽ. രണ്ടാമതായി പറഞ്ഞത്, ഈ തൂക്കുമരത്തിലേക്ക് കയറുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സിന്ദാബാദ് വിളിക്കണം. നിന്റെ കഴുത്തിൽ കയറ് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സിന്ദാബാദ് വിളിക്കണം മോനെ. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഞെട്ടിവിറക്കുന്ന മോഡലിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ഉറക്കെ പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കണം മോനെ എന്ന് പറഞ്ഞ ഒരു സമര പോരാട്ടത്തിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന ഒരു നാടാണ്, ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ് ഇന്ത്യയിൽ നിങ്ങൾ അന്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതോടൊപ്പം ആ സമുദായത്തിന്റെ പിന്മുറക്കാരാണ് നാം ഓരോരുത്തരും എന്ന അഭിമാന ബോധം നമുക്കുണ്ടാകണം. ശ്രീരംഗനാട് പട്ടണത്ത് 1798 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി അവസാനം തന്റെ കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ പ്രധാനിയായ പൂർണ്ണയ്യ എന്ന സവർണൻ തുറന്നുകൊടുത്ത രഹസ്യ കവാടത്തിലൂടെ മലവെള്ളപ്പാച്ചിൽ പോലെ തന്റെ മുന്നിലേക്ക് വന്ന ബ്രിട്ടീഷ് എഴുതട്ടെ പോരാട്ടത്തിലൂടെ പ്രതിരോധിച്ച് അവസാനം അവന്റെ പീരങ്കിൽ മുതിർന്നു വന്ന വെടിയുണ്ട നെഞ്ചിലേറ്റി പിടഞ്ഞു വീണ് മരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ ചുടുനിണം വീണ മണ്ണിൽ നിന്നും 1000 പോരാളികൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ ചരിത്രം അറിയുന്നവരാണ് നാം. നഷ്ടപ്പെടുവാനൊന്നുമില്ല. രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഭരണഘടന പറയുന്ന മുഴുവൻ നന്മയ്ക്കും വേണ്ടി, രാഷ്ട്രജനതയ്ക്ക് വേണ്ടി, ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഇന്ത്യൻ പൗരന്മാർക്കും പൗരത്വത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ഇന്ത്യ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകണം. സാമ്പ്രദായിക പാർട്ടികൾ അവരുടെ അംഗസംഖ്യയും കൂടെയിരിക്കുന്നവ പിന്തുണക്കുന്ന പ്രസ്ഥാന എണ്ണവും നോക്കി നിലപാട് സ്വീകരിച്ചു പോയാൽ, ഞാൻ ഒറ്റ കാര്യം കൂടി പറയാണ്, ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, ഒരു 50 കൊല്ലം മുമ്പ് STP പോലുള്ള ഒരു പാർട്ടി രൂപം കൊണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും. STP പോലൊരു പാർട്ടി 50 വർഷം മുമ്പ് രൂപം കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിന്റെ ശുദ്ധമായി അനുഭവിച്ചേനെ, ഫാഷത്തിന് കാലൂന്നാൻ പറ്റാത്ത മണ്ണായി മാറിയേനെ എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കരായ
എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, 25 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ ജനത പറയണം, മലപ്പുറത്തിന്റെ മണ്ണിൽ, കൊല്ലത്തിന്റെ മണ്ണിൽ, ബീഹാറിന്റെ മണ്ണിൽ, സംഘപരിവാർ ഭരിക്കുന്ന രാജസ്ഥാന്റെ മണ്ണിൽ രാജ്യവ്യാപകമായി ഇതിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ കടന്നു കയറി ചെന്ന് ജനാധിപത്യത്തെ കുറിച്ച് സംവദിച്ച് ഭരണഘടന പരിചയപ്പെടുത്തി ഭയാശങ്കയിൽ കഴിഞ്ഞവർക്ക് നിർഭയത്വം പകർന്നു കൊടുത്ത് വഴിമുട്ടി നിൽക്കവർക്ക് രാഷ്ട്രീയമായ വഴികാട്ടികളായി വർത്തിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണ്ണയിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി ഈ ജനാധിപത്യ പ്രക്രിയയിൽ അടിമട്ടമല്ല വേണ്ടത്, ആലോചനാപൂർവ്വം ഇടപെട്ടുകൊണ്ട് നാം ഒരു സംഘടിത ശക്തിയായി മാറണമെന്ന ആ ഒരു അടിസ്ഥാന രാഷ്ട്രീയം പരിചയപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്, ഇന്ത്യയായി നിൽക്കുന്നത് എന്ന ആ ഒരു സന്ദേശം, ആ ഒരു ചരിത്രം നമ്മുടെ തലമുറ 25 കൊല്ലം കഴിയുമ്പോൾ പറയണം, അവർ അനുഭവിക്കണം ഈ കൂട്ടായ്മയുടെ പ്രതിഫലനം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തോട് പറയുന്നു, 917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ രൂപം കൊണ്ട സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളൊന്നായ അല്ലെങ്കിൽ വലിയ സൈനിക ശക്തികളൊന്നായ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണം ഭരണകൂടത്തിന്റെ നെറികേടായിരുന്നു. അഥവാ 917 വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അവസാനം ഇസ്ലാമിന് നിരോധനം ഏർപ്പെടുത്തി, പള്ളികൾ അടച്ചുപൂട്ടി, ഖുർആൻ നിരോധിച്ച്, വഖഫുകൾ കണ്ടുകെട്ടി, അത്തരത്തിൽ മതപണ്ഡിതന്മാരെ കൊന്നൊടുക്കി, കലാപത്തിലൂടെ വിശ്വാസികളെ കൊന്നൊടുക്കി, മാക്സിസത്തിന്റെ സർവാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയപ്പോൾ ആ രാജ്യത്ത് ഇസ്ലാം ഇല്ലാതായിട്ടില്ല, വിശ്വാസമില്ലാതായിട്ടില്ല. കോടിക്കണക്കിന് ഖുർആന്റെ കോപ്പികൾ നശിപ്പിച്ചപ്പോൾ, സർവ്വ വഖഫ് സ്വത്തും കണ്ടുകെട്ടിയപ്പോൾ, 3/4 നൂറ്റാണ്ടിന് ശേഷം ഫിനിക്സ് പക്ഷിയെ പോലെ മുസ്ലിം ഉമ്മത്ത് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ 25 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഈ സമുദായത്തെ കൊന്നൊടുക്കാൻ നിങ്ങൾ കഴിയില്ല, ആത്മവിശ്വാസം തകർക്കാൻ കഴിയില്ല. ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ പിന്നോട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നിർഭയ സംഘത്തോടൊപ്പം രാഷ്ട്രീയ പ്രക്രിയ നിങ്ങൾ പങ്കാളിത്തം വഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ നിങ്ങളെ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയോട് ഐക്യപ്പെട്ടുകൊണ്ട്, നീതിക്ക് ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് പേരിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ഈ പ്രയാണത്തിൽ കൂടെ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.